അപ്പോൾ ഒരു മാസം കഴിഞ്ഞപ്പോൾ താരുവിനെയും കൊണ്ട് മെഡിക്കൽ കോളേജിലേക്ക് വീണ്ടും വന്നതാട്ടോ. അപ്പോൾ താരുവിൻ്റെ അമ്മയ്ക്ക് ഒരേ നിർബന്ധം ബീച്ചിൽ പോകണം. എന്ത് ചെയ്യാനാ, താരുവിൻ്റെ അമ്മേനെ ഒന്ന് ബീച്ചിൽ ഇറക്കി. ഞങ്ങൾ വണ്ടിയിൽ തന്നെ ഇരുന്നു, ഒന്ന് ഇറങ്ങിയിട്ടോ ജസ്റ്റ്. അപ്പോൾ താരുവിന് ഭയങ്കര ക്ഷീണം. അപ്പോൾ താരുവിനെ സേഫായിട്ട് വണ്ടീൻ്റെ ബേക്കത്തെ സീറ്റിലൊന്ന് കിടത്തി ഞങ്ങളൊന്ന് പുറത്തിറങ്ങി നിൽക്കുക കേട്ടോ, താരുവിന് കാറ്റ് കൊള്ളാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചക്കരക്കുട്ടി കുഞ്ഞുവാവയ്ക്ക് കാവല് നിൽക്കുക കേട്ടോ. പോവാൻ പോയി, പക്ഷെ അവൾക്ക് ഭയങ്കര ടെൻഷനാണ്. കുഞ്ഞുവാവ ക്ഷീണിച്ചു എന്നുള്ള ടെൻഷൻ. അപ്പോൾ ഇനി കുഞ്ഞുവാവ കുറച്ച് ആവട്ടെ, എന്നിട്ട് പോയാൽ മതി ടമ്മ, നമുക്ക് കുഞ്ഞുമാവേനെയും കൊണ്ട് എന്നും പറഞ്ഞിട്ടാണ് പോയപ്പോൾ പോകണം എന്ന് വാശി പിടിച്ച് പോയി. പിന്നെ ഒക്കെ ഒരു സങ്കടമായിട്ടോ കുഞ്ഞുമാവേനെ അധികം കൊണ്ടുപോയിട്ട്. ഏതായാലും കോളേജിലൊക്കെ പോയി വന്നു. ഇവിടെ ഒന്നും അധികം നിൽക്കാനൊന്നും കഴിയണില്ല. റിസൾട്ടും അതും ഇതും പല ടെസ്റ്റുകളും, പിന്നെയും പ്രസവം കഴിഞ്ഞ് പോയിട്ടും പിന്നെയും ടെസ്റ്റുകൾ. അപ്പോൾ പിന്നെ ചക്കരക്കുട്ടിക്ക് നിൽക്കാൻ കഴിയാത്തതുകൊണ്ട് ഞങ്ങൾ ടെസ്റ്റൊക്കെ ചെയ്ത് റിസൾട്ടൊക്കെ ഇനി വേറെ ഡോക്ടറെ കാണിക്കാമെന്നുള്ളതിൽ തോന്നിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഓക്കെ, ബൈ. ലക്ഷ്മോന് സുഖമായിട്ട് ഉറങ്ങും കേട്ടോ.